പെരുമാറും പെരുമാറുന്ന മാസം ലോകത്തിലെ ഇടതകളില്ലാതെ നടക്കുന്ന അതിൽ മരണമെന്നത് സ്വാതന്ത്ര്യം അതുപോലെ അടക്കവും അറിയുന്നതൊക്കെ സമൂഹത്തിൽ വിവിധ തുറകളിലുള്ളവർ രാഷ്ട്രീയ സാംസ്കാരിക മറ്റ് ആളുകളുടെ സെക്യൂരിറ്റീസ് ഇതിനൊക്കെയും അടക്കം ഓരോ നിലയും നോക്കുന്നത് മതരാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന ഒരു അടക്ക ശുശ്രൂഷയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. അത് ഈ വ്യക്തിയുടെ വിശേഷതയോ കുടുംബത്തിൻ്റെ മഹിമയോ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ വലുപ്പമല്ല, ഒരു സ്വർഗത്തിൽ ഭൂമികനാഥനായ ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷ ചെയ്തൊരു വ്യക്തിയുടെ അടക്കാരാധനയാണ് ഈ ലോകത്തിലെ ഏറ്റവും എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ ഭൂമിയും സ്വർഗവും ശ്രദ്ധിക്കുന്ന അവരുടെ നേരാണ്. ഒരു നല്ല കുടുംബത്തിൽ നിന്ന് 18-19 വയസ്സുള്ളപ്പോൾ കർത്താവിലേക്കാൻ ഇറങ്ങിയതായ സഹോദരി കഴിഞ്ഞ 39 വർഷക്കാലം പലയിടങ്ങളിൽ തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് ശുശ്രൂഷിത വന്ന ഏറ്റവും ഒടുവിൽ തൃശ്ശൂരാണ് ശുശ്രൂഷയുടെ അന്ത്യം ദൈവം നിശ്ചയിച്ചിരുന്നത്. അതിൽ ശുശ്രൂഷയുടെ അന്ത്യഭാഗമായി ചെയ്യുവാൻ ഉദ്ദേശിച്ചത് പ്രധാനമായി പാലക്കാടിൻ്റെ ഒരാഴ്ച ഒഴിവാക്കി 71 സ്ഥലത്ത് എല്ലാം ദൈവം നിശ്ചയം. സുവിശേഷത്തിന് വേണ്ടി ഒരു ജീവകാലം മുഴുവനും ചെലവഴിക്കുക എന്നത് ചെറിയൊരു കാര്യമല്ല. സുവിശേഷത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, രക്ഷാനിർണയത്തിലേക്ക് നയിക്കുന്ന ഒരു ശുശ്രൂഷ. ഭാവിയായ മനുഷ്യനെ ക്രൂശിനെ കുറിച്ച് ഉട ദർശനത്തെ കൊടുത്തുകൊണ്ട് രക്ഷകനെ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനസ്പതനത്തിലൂടെ ശുശ്രൂഷയിലൂടെ പ്രാർത്ഥനയിലൂടെ മനസ്സാന്തരത്തിലേക്ക് നയിച്ച് ഒരു ദൈവത്തിലാകെ നൽകുന്ന ശുശ്രൂഷ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ലോകത്തിലെ പാടുകൾ ചെയ്യുവാൻ ലക്ഷക്കണക്കിന് ആളുകളെ ഒരുക്കിയിരിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിക്കുന്നു. സഭാ വ്യത്യാസത്തിൻ്റെ ഇന്ന് ലോകം മുഴുവനും ഈ ശുശ്രൂഷയിൽ അനേക ലക്ഷങ്ങൾ നിരന്തരമായി ധാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ടവർക്ക് രക്ഷ എന്നത് ഒരു ശിശു ജനിക്കുന്നത് പോലെയുള്ളൂ. പിന്നെ ഒരു വളർച്ചയും പ്രായപൂർത്തിയും പക്വതയും പിന്നെ ജീവിതത്തിൻ്റെ ഒരു ആയുസ്സിൻ്റെ ഒരു തികവും. ഇതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതത്തിലും രക്ഷിക്കപ്പെട്ടവർ അതിൽ നിന്ന് ഒരു വളർച്ചയുണ്ട്. അതിനാവശ്യമാണ് കർത്താവിന് വരുമെങ്കിൽ യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ എടുക്കപ്പെടുവാൻ തക്കവണ്ണം ആ പൂർണ്ണതയിലേക്ക് നയിക്കുക എന്നതാണ് ശുശ്രൂഷത്തിൻ്റെ 2ാമത്തെ ഘട്ടം. ഈ 1ാം ഘട്ടത്തിൽ ഏർപ്പെടുവാൻ ധാരാളം പേർക്ക് കഴിയുന്നുണ്ടെങ്കിലും ഈ 2ാം ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ 2ാമത്തെ ഈ ശുശ്രൂഷയിലേക്ക് വരുന്നവരുടെ എണ്ണം, അത് ഏർപ്പെടുന്നവരുടെ എണ്ണം ചുരുക്കം. എന്തുകൊണ്ടെന്നാൽ അത് ഒരു സാധാരണ കാര്യമല്ല. ആ ശുശ്രൂഷിക്കാൻ ഒരാൾ വരണമെങ്കിൽ കേവലം അപ്പനമ്മയെ തീരുമാനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സ്വയം ആഗ്രഹിച്ചുകൊണ്ടോ മാത്രം കഴിയുകയില്ല. നാം ഇവിടെ ആരംഭിച്ച ആംഗലേയ ഗാനത്തിലെ പോലെ തന്നെ ലോകസ്ഥാപനത്തിന് മുമ്പേ, സൃഷ്ടിപ്പിന് മുമ്പേ ദൈവം ചിലരെ അതിനായി മുൻനിയോഗിച്ചിരിക്കുകയാണ്. ഇത്ര മഹത്വമേറിയ ശുശ്രൂഷയ്ക്കായി ദൈവം ആരെ മുൻനിർണയിച്ചുവോ അവർക്ക് മാത്രമല്ലാതെ ആർക്കും സാധ്യമല്ല. ആരെങ്കിലും അല്ലാതെ അതിലേർപ്പെട്ടാൽ അത് തികവിലേക്ക് എത്തിക്കുന്നവർക്ക് കഴിയാതെ പോകും. ഇത് പ്രാവശ്യ പാസ്റ്റർ ഇന്ത്യൻ തോമസ് അവர்கள் നല്ലൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു, നല്ല ഒരു മധ്യസ്ഥനായിരുന്നു, പക്ഷപാതം പ്രാർത്ഥന ചെയ്ത വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പല വാചകങ്ങളുണ്ട്. അതിലൊരു പ്രാർത്ഥനാ വിഷയം ഞാൻ പറയാറുള്ളത്, ഒരു വിശ്വാസിയായിരിക്കാൻ വിളിക്കപ്പെട്ടവൻ ഒരു കാരണവശാലും ശുശ്രൂഷയ്ക്ക് വരാതിരിക്കാനായി പ്രാർത്ഥിക്കണം. ശുശ്രൂഷയ്ക്കായി നിയമിച്ച വ്യക്തി ഒരു കാരണവശാലും വിശ്വാസിയായിരിക്കാൻ ആയിരിക്കരുത്, അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് വിശ്വാസികൾ മനസ്സിൽ വയ്ക്കുകയും ശുശ്രൂഷകളെ മനസ്സിൽ വയ്ക്കുകയും പ്രാർത്ഥന ചെയ്യേണ്ട ഒരു പ്രധാന വിഷയമാണ്. ദൈവ ഹിതപ്രകാരം നിശ്ചയപ്രകാരം അല്ലാത്ത ഒരു കാര്യവും പരിപൂർണതയെത്തിക്കുവാനും അത് ഒരു മഹത്വത്തോടെ അവസാനിപ്പിക്കുവാനും മനുഷ്യന് കഴിയാതെ വരും. അതുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്കായി ഒരാൾ വരുന്നില്ല. അവരെ ലോകസ്ഥാനം മുമ്പേ മുൻകണ്ട് ഒരു അമ്മയുടെ ഉദരത്തിൽ വെച്ച് വേർതിരിച്ച്
അവരെ അതിനായിട്ട് ഒരുക്കിയെടുത്ത് അതിനേറ്റ ശരീരം, അതിനേറ്റ മനസ്സ്, അതിനേറ്റ ചിന്ത, അതിനേറ്റ വാഞ്ച, അതിനേറ്റതായ ആ താലത്തുകൾ കഴിവുകൾ കൊടുത്ത് തക്ക സമയത്ത് അവരെ അത് ചുമതലപ്പെടുത്തുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ശുശ്രൂഷയ്ക്കായി ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ട് വരുന്നവര് അവര് ദൈവത്തോട് മാത്രം പറ്റിയിരിക്കുന്നവരായിരിക്കണമെങ്കിൽ മാത്രമേ അവർക്ക് ആ പ്രവൃത്തി ചെയ്യിപ്പാൻ കഴിയുള്ളൂ. ദൈവത്തോട് മാത്രം പറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിന് ശ്രദ്ധിക്കാതെ പോകുന്ന വചനങ്ങൾ വരികൊള്ളുണ്ട്. ക്രിസ്തു തന്നെ അനുഭവിക്കുന്നതിനെ രണ്ടായിട്ട് തിരിച്ചു പറഞ്ഞു. പൊതു ശിഷ്യന്മാർ അവർ എങ്ങനെയായിരിക്കണം? അവർക്ക് ലോകത്തിൽ അവരെ സ്നേഹിക്കാം, അമ്മയെ സ്നേഹിക്കാം, അവരെ സ്നേഹിക്കാം, അവരെ സ്നേഹിക്കാം. പക്ഷേ ഒരു വ്യവസ്ഥ, എന്നെക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നതിനെ യോഗ്യനല്ല, എന്നെക്കാൾ അധികം മകനെയോ മകളെ പ്രിയപ്പെടുന്നതിനെ യോഗ്യനല്ല. അവർ സ്നേഹിക്കാം, പക്ഷെ എന്നെക്കാൾ അധികം പാടില്ല. എന്നാൽ അടുത്തൊരു വിഭാഗം, അത് നമ്മൾ ശേഷം 14 അധ്യായം 26 വാക്യത്തിൽ വായിക്കുന്നു. ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ അടുത്ത് വന്നിട്ട് അപ്പൻ, അമ്മ, സഹോദരൻ, സഹോദരി, ഭാര്യ, മക്കൾ, അല്ലെങ്കിൽ സഹോദരന്മാർ, എല്ലാവരെയും ഏറ്റവും ഒടുവിൽ ഒരു ജീവനെ പോലും സ്നേഹിക്കാത്ത ഒരുവൻ, സ്വന്തം ജീവനെ സ്നേഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ പലപ്പോഴും എൻ്റെ ചെറുപ്രായത്തിലൊക്കെ നായയെ കുറിച്ചൊക്കെ ഞാൻ കല്ലെറിഞ്ഞ് ഓടിക്കുമായിരുന്നു. ഒരു സ്ത്രീ സ്വഭാവമായി. ഇപ്പോഴാണ് എനിക്കൊരു വലിയ സഹതാപമാണ്. ഒരു നായയെ കാണുന്ന ചിന്തിക്കും, അതിനും ഒരു പ്രാണഭയമുണ്ട്, ഒരു പൂച്ചയ്ക്കും പ്രാണഭയമുണ്ട്, അതിന് പ്രാണനെ കരുതുന്നൊരു ചിന്തയുണ്ട്. എത്രയും ചെറിയ ഒരു എറുമ്പുന് പോലും അത് ഓടി രക്ഷപ്പെടുക, അതിന് പ്രാണഭയമുണ്ട്. അത് പ്രാണനെ നേടണം, പ്രാണനെ സൂക്ഷിക്കണം എന്നുള്ള ചിന്തയുണ്ട്. കുറേ ഒരു മനുഷ്യരോട് ഒരുപാട് വെള്ളമുണ്ടായിരുന്നു. ആമയുണ്ടായിരുന്നു. വെപ്പിച്ച് അവർ ആമയെ പിടിച്ചുകൊണ്ടുവന്നു. അവർ കറി വെച്ച് കൂട്ടി. ഞാൻ 1-2 കറിയെല്ലാം കുട്ടിയപ്പോൾ എൻ്റെ മനസ്സിലുള്ള സാധുവായൊരു ജീവി, ഇതിനെ ഞാൻ തിന്നുന്നത് ശരിയല്ലല്ലോ. പിന്നെ 1-2 ആരെ കളയുന്ന തൊട്ടടുത്ത കായലുണ്ടാക്കി വേണ്ടു ജീവിച്ചോട്ടെ. കാരണം അതിനുമുണ്ട് ഒരു പ്രാണഭയം. എന്നാൽ എൻ്റെ അടുക്കൽ വരുന്ന പ്രതിഷ്ഠിക്കപ്പെട്ട ശുശ്രൂഷകൻ തന്നെ പ്രാണനെ പോലെ കരുതാത്തവനായിരിക്കണം. അവൻ ലോകത്തിൽ ആരെയും സ്നേഹിക്കാൻ പാടില്ല, അവൻ ലോകത്തിന് ആർക്കും വേണ്ടി കരുതുവാൻ പാടില്ല, അവൻ സ്നേഹം ലോകത്തിന് ആർക്കും പങ്കിടുവാൻ പാടില്ല. അവൻ സ്നേഹം മുഴുവനും എനിക്ക് പങ്കിടണം. അവൻ എന്നെ മാത്രം സ്നേഹിക്കണം. ലോകത്തിൽ ആരോടും പറ്റിച്ചേരരുത്, എന്നോട് മാത്രം പറ്റിച്ചേർന്നിരിക്കണം. ഇത്ര ഉന്നതമായ ലേറ്റായിട്ട് വരുന്നതായ ശുശ്രൂഷകൾ ഒടുവിൽ കണ്ടാൽ മതിയോ? അങ്ങനെ ഒരു രീതി നമ്മുടെ ഇടയിലുണ്ട്. വചന ശുശ്രൂഷ നടക്കുമ്പോൾ ഇത് വന്ന ഉടനെ കണ്ടു കുട്ടിക്കാൻ വിചാരിച്ച് ആരും ഒരു പരാതിയും പറയുന്നില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എന്നെ മാത്രം സ്നേഹിച്ച് എന്നോട് മാത്രം പറ്റിയിരിക്കണം. അങ്ങനെ ആരെക്കൊണ്ട് പറ്റും? പ്രതിഷ്ഠിക്കപ്പെട്ടവർക്ക് മാത്രമേ പറ്റുള്ളൂ. ആ ഒരു വെളിപ്പാടിലാണ് ഈ മദർ ജെസ്സി കർത്താവിനെ സൂക്ഷിക്കാറുള്ളത്. നാം അപ്പൻ, അമ്മ, സഹോദരൻ, സഹോദരി, വീട്ടിലുള്ളവർ, സ്വന്തക്കാർ, നമ്മുടെ വീട്, സാഹചര്യങ്ങൾ, നമ്മുടെ ജോലി, നമ്മുടെ വരുമാനം, നമ്മുടെ ലോകത്ത് എന്തെല്ലാം ഉണ്ടോ ഇവയെല്ലാം പ്രതിഷ്ഠിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവിനോട് മാത്രം പ്രതികരിക്കാൻ കഴിയുള്ളൂ. ആ അനുഭവത്തിൽ ആയിരിക്കുന്നവർക്കാണ് ഈ പൂർണ്ണതല ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കഴിയുന്നത്. ഈ സമ്പൂർണമായ പ്രതിഷ്ഠയിലാണ് ഒരുവരെ ദൈവം ഈ മഹത്വമായ ശുശ്രൂഷയ്ക്ക് യോഗ്യനായി കണ്ടത്. എന്നാൽ ശുശ്രൂഷയ്ക്ക് വന്നു എന്നതല്ല, അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക എന്നത് ഒരു പ്രധാന കാര്യം. അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഈ ശുശ്രൂഷയ്ക്കായി ഇറങ്ങുന്നതോ ശുശ്രൂഷ ചെയ്യുന്നതോ അല്ല, അതിൻ്റെ തെരുവിലേക്ക് എത്തിച്ചേരുന്നത് ഒരു നിസ്സാരമായ കാരണം. അതിന് ഒരു പോരാട്ടമുണ്ട്, അതിനൊരു എതിർപ്പുണ്ട്, അതിന് ചില യുദ്ധങ്ങളുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾ പോലെ ശത്രുക്കളായ ജീവിത അനുഭവങ്ങളുടെ ഒരു പരമ്പരയുണ്ട്. ഈ പോരാട്ടങ്ങളെ ജയിച്ചങ്ങളെ കഴിയുള്ളൂ. അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഹിന്ദുസ് 2-4 വാക്യത്തിൽ ഞാൻ നല്ല പോർ പൊരുതു. അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ ജീവകാലം മുഴുവൻ പോരാട്ടമായിരുന്നു. ഞാൻ എന്നാൽ ആ പോരാട്ടങ്ങളെല്ലാം നല്ല രീതിയിൽ പൊരുതിനർത്ഥം എല്ലാ പോരാട്ടങ്ങളും ജയിച്ചു എന്നാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ മുഴുവൻ പോരാട്ടം വാക്കിന് പല അർത്ഥതലം വിളിക്കാൻ കഴിയും. ഒന്ന്, രക്ഷ പ്രാപിക്കുന്നതിന് എതിരെ ഉള്ളതായ പോരാട്ടം. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടാതിരിക്കാൻ ശക്തമായ പോരാട്ടമുണ്ട്. ഒരിക്കൽ ഈ
ഒരിക്കൽ ഒരു ശുശ്രൂഷകൻ തൻ്റെ ഒരു സഹോദരി ഈ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി വളരെ പരിശ്രമിച്ചു. കാണുമ്പോഴെല്ലാം പറയും, എൻ്റെ വീട്ടിൽ നിന്ന് ആരും രക്ഷിക്കപ്പെട്ടില്ലല്ലോ. സ്വന്തം സഹോദരി വളരെ സ്നേഹമാണ്, പക്ഷേ അവൾ കേൾക്കത്തില്ല. ഏറ്റവും ഒടുവിൽ ക്യാൻസർ രോഗിയായി മരണത്തോട് മണ്ണിടിക്കുന്ന സമയത്ത് പോയി, പൊന്നു പെങ്ങളെ ഇപ്പോഴെങ്കിലും നിന്റെ ഹൃദയം കർത്താൻ കൊടുക്കാൻ പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ വേദന സഹിക്കാൻ പാടുന്ന കിടക്കുമ്പോഴാണ് നിന്റെ ഒരു ഉപദേശം എന്ന് പറഞ്ഞ് ഒരുപാട് ദൂഷണം കുറ്റം പറഞ്ഞു. നോക്ക്, ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് പോകുന്നതിന് തടസ്സമായ പോരാട്ടങ്ങൾ അതാരാണ്? അത് ചുറ്റ ശക്തികൾ, അന്ധകാര ശക്തികൾ പോരാടുകയാണ്. പ്രിയരായ സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവത്തിരാതിരിപ്പാൻ നിങ്ങളോട് മനഃപൂർവ്വമായി തടയുന്ന പോരാടുന്ന ഒരു ശക്തിയുണ്ട്. നിങ്ങൾ അതിനെ ജയിക്കും. അതുകൊണ്ട് ആ തീരുമാനം എന്ത് വില കൊടുത്താലും ശരി, ഞാൻ കർത്താവിനായി ജീവിക്കുന്നു. എന്ത് തടസ്സം വന്നാലും ശരി, എനിക്ക് യേശു മതി. ആരൊക്കെ ലോകത്തെതിരെ നിന്നാലും ഞാൻ കർത്താവിനെ പിൻപറ്റും എന്ന ഉറച്ച തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളുടെ പോരാട്ടത്തിൽ ജയം പ്രാപിക്കുക. അടുത്തത്, രക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സുവിശേഷം അറിയിക്കുന്നവർക്കെതിരെ ഒരു പോരാട്ടവും. അവിടെയാണ് ഫിലിപ്പിയർ 1:27-29 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ വിശ്വാസത്തിന് വേണ്ടിയുള്ളതായ വിശ്വാസ നിമിത്തമുള്ളതായ ഒരു പോരാട്ടം, അത് ഒരു പ്രധാന സംഗതിയാണ്. ഇനി ഒരാൾ രക്ഷിക്കപ്പെട്ട ശേഷം ആ വിശ്വാസത്തെ നിലനിർത്തുന്നതിനെതിരെ പോരാട്ടങ്ങൾ വരും. പേര് കർത്താവിനായി ഹൃദയം കൊടുക്കുന്നു. കൊല്ലത്തിലും വർഷങ്ങൾക്ക് ഒരു ക്രൂസൈഡ് നടന്നു. ആ ക്രൂസൈഡിൽ അത്ഭുത രോഗശാന്തിക്ക് നടന്നു. ഒരു സാധാരണ മനുഷ്യൻ അയാളെന്തോ ദൈവത്തോടൊന്ന് നിലവിളിച്ചു, ക്യാൻസറാണ്, എനിക്ക് സുഖം തരണമെങ്കിൽ പ്രാർത്ഥിച്ചു. ഏത് മതമാണോ ഒന്നും അറിയത്തില്ല. എന്തോ അന്നത്തെ ആ മാസ് പ്രയർ സുഖം കിട്ടി കഴിഞ്ഞാൽ ആദ്യം പോയത് പെട്ടിക്കടയിൽ ഓടിപ്പോയി ഒരു സിഗരറ്റ് വലിച്ചെന്ന് വലിച്ചു. എത്ര നാളായി ഞാനൊരു സിഗരറ്റ് വലിച്ചിട്ട്. ക്യാൻസർ വന്നിവിടെ എല്ലാം വെള്ളമായി ധരിപ്പിച്ചു പോയി. അതുകൊണ്ട് ക്യാൻസർ വലിച്ചിട്ട് തന്നെ വരുന്നതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. സുഖമായാണ് ആദ്യം പോയി ഒരു ചെയ്യുകയാണ്. വിശ്വാസം നിലനിർത്തുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ആ വിശ്വാസത്തെ നിലനിർത്തുന്നതിന് എതിരെ ചില പോരാട്ടങ്ങളുണ്ട്. എന്നാൽ എന്തെല്ലാം പോരാട്ടങ്ങൾ വന്നാലും എന്റെ വിശ്വാസത്തിന് അവസാനം പുറപ്പെടും. ഞാൻ വിശ്വാസം തന്നെ നയിക്കും. ഈ വിശ്വാസം ഉറപ്പിടിച്ചായിരിക്കണം എന്നുള്ള ദൃഢനിശ്ചയമാണ് ഒരു വ്യക്തിയെ നല്ല ഒരു അവസാനത്തിലേക്ക് എത്തിക്കുന്നത്. ഒരു മകനെ ഭൂട്ടാനിൽ പിടിച്ച് അവിടുത്തെ സുവിശേഷ രോഗികൾ പോത്തിന്റെ പച്ചത്തോലിനകത്ത് പൊതിഞ്ഞിട്ട് വെയിലത്തിട്ടു. പച്ചത്തോല് വെയിലിട്ടിട്ടാൽ അത് ഉണങ്ങാൻ തുടങ്ങുമ്പോൾ അത് തോല് ചുരുങ്ങുമ്പോൾ അകത്ത് കിടക്കുന്ന മനുഷ്യൻ എല്ലുകളെല്ലാം ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞു. എനിക്കത് പറയാൻ പോലും വിഷമം. എന്തൊരു അനുഭവമാണത്. എല്ലുകൾ ഒടിഞ്ഞ് നുറുങ്ങിയൊരു മനുഷ്യൻ മരിക്കുകയായിരുന്നു. എന്നാൽ ആ സമയത്തും താൻ തന്റെ വിശ്വാസത്തെ കുറിച്ച് വന്നവരോടെല്ലാം പറഞ്ഞു, നിങ്ങൾ എല്ലാവരോടും ഒന്നിരിക്കുന്നത് എന്തിനാ? കേവലം എൻ്റെ ഒരു മരണം കാണാനാണോ? നിങ്ങളുടെ സാധാരണക്കാരുടെ മരണം കാണാനോ വന്നിരിക്കുന്നത്? ഞാൻ ക്രിസ്തുയേശുവിനെ മരണപ്പെടാനാണ്. എൻ്റെ വിശ്വാസം രൂപപ്പെടുത്തിക്കാൻ മരിക്കുവാൻ തീരുമാനിച്ചവനാണ്. നിങ്ങൾ സാധാരണക്കാരുടെ ഒരു അന്ത്യം കാണാൻ വന്നിരിക്കുകയല്ല എന്ന് പറയാൻ ആ സമയത്ത് എങ്ങനെ കഴിഞ്ഞു? അതാണ് വിശ്വാസത്തെ അന്ത്യവരെ പിടിക്കാതിരിക്കാനുള്ള ശത്രുവിന്റെ പോരാട്ടത്തിന് നേരിടുന്നതായ ആ വിജയം എന്നത്. വിശ്വാസത്തിന്റെ അന്തിമമായ ആത്മരക്ഷാ നിലനിൽപ്പുണ്ട്. അതിനെയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടുക എന്ന് പറയുന്നത്. രക്ഷ ഒരു തുടക്കമാണ്. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെടുന്നു, രക്ഷിക്കപ്പെടും, ഇങ്ങനെയുള്ളതായ പ്രയോഗങ്ങൾ പറയുമ്പോഴുണ്ട്. എല്ലാവരും ഇതെല്ലാം ഒന്നായിട്ടാണ് കരുതുന്നത്. ആഴമായി പഠിക്കുമ്പോൾ ഇതിന്റെ വ്യത്യസ്ത അനുഭവം കൊണ്ടാണ്. നാം എല്ലാവരും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇഷ്ടാനുഗതികളുണ്ട്, പരിശുദ്ധാത്മൻ പ്രാപിച്ചിട്ടുണ്ട്, കർത്തൃ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. എന്നാൽ നാം ഇനിയും രക്ഷിക്കപ്പെടാൻ പോകുന്നു. അതെന്താ രക്ഷ? നമ്മുടെ ശരീരവിരുദ്ധമായ നമ്മുടെ തത്വം. യേശു വരുമ്പോൾ കാവളം ധരിക്കുമ്പോൾ നമ്മുടെ ശരീരം
അനുഭവപ്പെട്ട് ഞാൻ കർത്താവിനോട് ചിന്തിച്ചു തരും. ആ അന്തിമമായ അനുഭവത്തിന്റെ പ്രത്യാശ പ്രാപിക്കുന്നതിനെതിരെ ഒരു പോരാട്ടമുണ്ട്. ഇതിനെല്ലാം അതിജീവിച്ചാണ് ഓരോ പോയത്. ഞാൻ നല്ല ഓരോ വരുന്നു, ഇവയെല്ലാം ഞാൻ ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ആ അന്തിമമായ രക്ഷയ്ക്ക് എതിരെയുള്ളതായ പോരാട്ടങ്ങൾ ഒന്ന് പുറത്തുനിന്നുണ്ടാവും. പുറത്തുനിന്ന് എന്ന് പറഞ്ഞാൽ ദൈവസഭ വിശ്വാസ സമൂഹത്തിന്റെ പുറത്തുനിന്ന്, ദൈവസഭയുടെ നാല് ചുവരിന് പുറത്തുനിന്നുണ്ടാവും. ശുശ്രൂഷ സംബന്ധമായ ഈ പോരാട്ടങ്ങൾ അനുഭവിച്ചത് അനേക ദീവദാസന്മാരുണ്ട്. ആ ശുദ്ധിജയുടെ ആരെങ്കിലും മാഷുണ്ടായിരുന്നു. അന്ധകാഴ്ചയിൽ ശുശ്രൂഷ ചെയ്യുന്നപ്പോൾ രാത്രിയിൽ ഒരു ശക്തി, ഒരു ഫീമെയിൽ ഒരു ഇമേജ് വന്നിട്ട് പറയുകയാണ്, നീ എന്തിനാ ഇവിടെ വന്നേ? ഇവിടെ നീ സുവിശേഷം അറിയിക്കാൻ വന്നതാ. ഇന്നെ ഞാൻ ഇവിടെ സുവിശേഷം അറിയിക്കാൻ സമ്മതിക്കുന്നില്ല. ദേവാത്മാവെന്ന് പറഞ്ഞവരോട് പോരാടി ജയിച്ചു. വർഷങ്ങളോട് ശുശ്രൂഷ ചെയ്തു. അനേക പുതിയ വേലകളുണ്ടായി. അവിടെ തൻ്റെ പേര് ഒരു മായാമുദ്രയായിട്ട് മാറി. ഞങ്ങളെല്ലാം മലേഷ്യ തോമസ് എന്ന് പറയുന്ന ഒരു ബന്ധമുണ്ടായിരുന്നു കൊട്ടാരക്കരയിൽ. അദ്ദേഹം മലേഷ്യ സമ്മാനമായി പോയി. ചെന്ന ഉടനെ രാത്രിയിൽ ഒരു ശക്തി വന്നിട്ട് പറയുകയാണ്, നീ ഈ മലേഷ്യയിൽ സുവിശേഷകരെ ഞാൻ നിന്നെ സമ്മതിക്കുന്നത്. കാരണം കർത്താവ് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു കാഴ്ച കണ്ടു. ഒരു പണ്ടത്തെ ഈ ചക്രം, പണ്ടത്തെ അതിങ്ങനെ കറങ്ങുമ്പോൾ തീ ഒരുപോലെ വട്ടം കറങ്ങുന്നതിന് ചക്രം തീ ഇങ്ങനെ കറങ്ങി വന്നിട്ട് ആ സത്വത്തെ കൊടുന്നതായിട്ടും അത് ഇല്ലാതായിരിക്കുന്നു കണ്ടു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ അവിടെ നിസ്തുല്യമായിരുന്നു. ആ വേരോടെ പറഞ്ഞു പോയ തക്ക ചില പരീക്ഷ ഘട്ടത്തിൽ തൻ്റെ പ്രാർത്ഥനയാണ്, തൻ്റെ നിർമ്മലമായ ജീവിതമാണ്, തൻ്റെ വിശ്വാസമാണ് നേരെ നിലനിർത്താനിടയായിട്ടുള്ളത്. അപ്പോൾ ഈ ശുശ്രൂഷക്കെതിരെ പുറത്തുനിന്ന് ചില പോരാട്ടങ്ങളുണ്ട്. വിശുദ്ധ പൗലോസിന് താൻ ഒറ്റേറെ അനുഭവിച്ചതാണ്. ഇവിടെ എല്ലാം ശുശ്രൂഷിക്കാൻ പോയോ അവിടെ എല്ലാം പോരാട്ടങ്ങൾ, അധികാരികളുടെ പോരാട്ടങ്ങൾ. ഒരിക്കൽ അവൻ പറയുകയാണോ എന്ന് പറഞ്ഞാൽ അധ്യായത്തിൽ, ഞാൻ മൃഗയുദ്ധം ചെയ്യുന്നത് വെറുതെ ആയിപ്പോയോ? മൃഗയുദ്ധം എന്ന് പറഞ്ഞാൽ കേട്ടതുപോലെ ദാവീദ് പറഞ്ഞതുപോലെ സിംഹത്തോടും കരടിയോടെ ആയിരുന്നില്ല അക്ഷരാർത്ഥത്തിൽ. അതിനെ നമുക്ക് എളുപ്പത്തിൽ തീർക്കാം. പക്ഷേ ഇത് അന്നത്തെ കൈസർ, അന്നത്തെ സാമ്രാജ്യ അധിപൻ, അധികാരസ്ഥാനത്തിരിക്കുന്നവർ സുവിശേഷത്തിനെതിരായിരുന്നു. എന്നാൽ എല്ലാം പോരാടി നിന്നുകൊണ്ട് പൗലോസ് തന്റെ ശുശ്രൂഷയെ പൂർത്തീകരിച്ചു. അപ്പോൾ പുറത്തുനിന്നുള്ള പോരാട്ടങ്ങൾ അവയെ ജയിക്കുക. ഞാൻ നല്ല പോലെ വരുന്നു. പൗലോസിന്റെ ജീവിതത്തിൽ ശുശ്രൂഷകർക്കെതിരെ പുറത്തുനിന്ന പോരാട്ടങ്ങളെല്ലാം ജയിച്ചു. എന്നാൽ അതൊന്നും ചുമ്മാതല്ല. ചിലയിടങ്ങളിൽ താൻ അടിയേറ്റിട്ടുണ്ട്, ചിലയിടങ്ങളിൽ കൂടിയിട്ടുണ്ട്, ചിലയിടത്തിൽ കാരാഗൃഹത്തിൽ കിടന്നിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് അതിന് തോൽവിയൊന്നുമല്ല. അതെല്ലാം കർത്താവിനായി സഹിച്ചുകൊണ്ട് നല്ല അഭിമാനമുള്ള ക്രിസ്തുയേശുവിന്റെ പഠനമായിരുന്നു. അതുകൊണ്ടാണ് പിലാത്തി സഭയിലെ വിശ്വാസികളുടെ ഇടയിൽ ചില ദുരുപദേശങ്ങളും ഒക്കെ വന്നതായ സമയത്ത് മനസ്സിനെ വേദനിപ്പിച്ചിട്ടാണ് ഇത് പറയുകയാണ്, നിങ്ങൾ ഇനി എന്നെ അധികം വിഷമിപ്പിക്കരുത് കേട്ടോ. യേശു ക്രിസ്തുവിന്റെ ചൂടടയാളം ശരീരത്തിൽ വഹിക്കുന്നവരാണ്. ഞാനത് വായിക്കുമ്പോൾ കരഞ്ഞു പോകാറുണ്ട്. ഒരു ശുശ്രൂഷകൻ ഇങ്ങനെ പറയേണ്ട ഗതികേട് ഉണ്ടായിരുന്നു. ഞാൻ ക്രിസ്തുവിന്റെ ചൂടടയാളം വഹിക്കുന്നവനാണ്. അതിനർത്ഥം ഒരു വേളെ തന്റെ ശരീരത്തിൽ എത്രയോ പാടുകൾ, കല്ലേറുകൊണ്ടതിൻ്റെയും അടിമുണ്ടതിൻ്റെയും ആ സുവിശേഷമായിട്ടുണ്ടായ എത്രയോ തിന്മകളുടെയും എല്ലാം അടയാളം വിശ്ലേഷിക്കുകയാണ്. ഒരു വേള നിത്യതയിലും അത് കാണപ്പെടുമോ എന്ന് ഞാൻ ചിന്തിക്കുന്നു. അത് ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ ചോദിക്കട്ടെ, ഞാൻ നാമത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നില്ല എന്ന് താൻ അവരോട് യാചിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ താൻ ആ പാതകളെല്ലാം സഹിച്ച് ജയിച്ചു. ചിലത് നമ്മൾ സഹിക്കാതെ ദൈവം നമ്മളെ വിടുവിക്കും. നിയോഗത്തിൽ നാം സഹിച്ചേ പോകുകയുള്ളൂ. അതിൽ ഒന്നാണ് ഒരു വിശുദ്ധന്മാർ ജീവിതാന്ത്യത്തിൽ ചില ശാരീരിക ക്ലേശത്തിൽ കടന്നു പോകും. ആ ശാരീരിക ക്ലേശങ്ങൾ ഒന്നും അവരുടെ വിശ്വാസത്തിന് കുറവുകൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തെ മറന്നുകൊണ്ടോ കൈവിട്ട് കളയുന്നതല്ല. വിശുദ്ധ പൗലോസ് തന്നെ എത്രയോ കാര്യങ്ങൾ, വലിയ മനുഷ്യൻ, തന്റെ പ്രാർത്ഥനയിൽ കിട്ടാത്ത കാര്യങ്ങളുണ്ട്. താനിരിക്കത്തെ ശുശ്രൂഷകനെ ആ വിധത്തിൽ ഞാൻ വിട്ടു വന്നു, രോഗിയെ വിട്ടു വന്നു, പ്രാർത്ഥിച്ചവന് സുഖമായില്ല. താൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്റെ ശരീരത്തിൽ ഒരു ബലഹീനതയുടെ മാറ്റത്തിലാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല. ഒരു വിശുദ്ധന്റെ എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം കൊടുക്കണമെന്നില്ല. എന്നാൽ
അതൊരു പരാജയമല്ല. അതിലൊന്നാണ് ശാരീരിക ഇഷ്ടങ്ങൾ. എത്രയോ വിശുദ്ധന്മാർ ജീവിതത്തിന്റെ അന്ത്യഘട്ടത്തിൽ അതിന് കഷ്ടത്തിൽ കടന്നുപോയിട്ടുണ്ടെങ്കിലും അവയെല്ലാം ജയിക്കാതെയുള്ളതായ സന്തോഷവും ദൈവസ്നേഹവും പ്രത്യാശയും വിശ്വാസവും പ്രതിഫലത്തെക്കുറിച്ചുള്ള നിശ്ചയവും നിത്യത്തെക്കുറിച്ചുള്ളതായ ഒരു ദർശനവും അവർക്ക് ഉള്ളതുകൊണ്ട് അവരതിനെല്ലാം ജയിക്കുന്നവരായിരിക്കുകയാണ്. അകത്തുനിന്നുള്ളതായ പോരാട്ടങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ദൈവസഭയ്ക്കകത്ത് ആത്മീയരല്ലാത്തവരിൽ നിന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു, ആ അലക്സാണ്ടർ ചെമ്പുപണിക്കാരൻ എനിക്ക് ഒത്തിരി ദോഷം ചെയ്തു, അവൻ എന്നോട് പ്രസംഗത്തോടെ എതിർത്ത് നിന്നു. ഇവരൊക്കെ വിശ്വാസത്തെ തെറ്റിയവരും അനേകരെ ഇന്നും തെറ്റിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. ഇങ്ങനെ ചിലരുടെ പല പേരുകൾ അപ്പോസ്തലൻ പരാമർശിക്കുന്നു. ഒരു ശുശ്രൂഷകന് ആത്മീയരെയും അനാത്മീയരെയും നടത്തേണ്ടതായിട്ട് വരും. ആത്മീയരിൽ നിന്ന് സപ്പോർട്ട് കിട്ടും, അനാത്മീയരിൽ നിന്ന് എതിർപ്പ് കിട്ടും, ആത്മീയരിൽ നിന്ന് നല്ല അനുമോദനം കിട്ടും, എന്നാൽ അനാത്മീയരിൽ നിന്ന് വിമർശനങ്ങൾ കിട്ടും. ആത്മീയരായ ആളുകളുടെ ശുശ്രൂഷയെ അംഗീകരിക്കും, മറ്റുള്ളവരുടെ ശുശ്രൂഷയെ വിമർശിക്കും. അങ്ങനെ ഈ രണ്ട് തരവും, ഈ ഇരുട്ടും വെളിച്ചവും ദൈവസഭയ്ക്കുള്ളിൽ ശുശ്രൂഷകരുണ്ട്. എന്നാൽ ശുശ്രൂഷകൻ രണ്ടും ഒന്നുപോലെ സ്വീകരിക്കുന്നവനായിരിക്കും. ഒരാൾ വന്ന് ബ്രദർ ഇന്നലത്തെ പ്രസംഗം എനിക്ക് വളരെ അനുഗ്രഹമായി കേട്ടോ എന്ന് പറഞ്ഞാൽ മറ്റൊരാളെന്ന് പറയുകയാണ്, ഇന്നലെ എന്തോന്നാ പ്രസംഗിച്ച് നിങ്ങളൊക്കെ കുറച്ച് പയ്യന്മാര്, ഞങ്ങൾ പഴയ ആളുകളൊക്കെ പ്രസംഗിച്ചോ. അതും അപ്പുറമായാലും ഇപ്പുറമായാലും സഹോദരി നിങ്ങളുടെ പാട്ട് നന്നായിരുന്നു, എനിക്ക് പ്രചോദനമായി. ഇന്നലെ രാത്രിയിലും കൂടെ ഈ പാട്ട് ഞാൻ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ഇതിന്റെ തെരഞ്ഞെടുത്തോടെ നടത്തിപ്പായി പോയി എന്ന് പറയും. അടുത്തയാളെന്ന് പറയും, ഒരു പാട്ട് ഇന്നലെ പാട്ടാകെ കുളമായി പോയി, ഈ മൊത്തത്തിൽ ഇത്രയും പാട്ടുണ്ടായിരുന്നു അതും പറയും. പക്ഷേ ജയാളിയായവൻ രണ്ടും ഒരുപോലെ. അതും കൊള്ളാം. അവൻ പ്രശംസിക്കുന്നിടത്ത് ഉയർന്നു പോകുന്നില്ല, അവനെ വീഴ്ത്തുന്നിടത്ത് അവൻ താണു പോകുന്നില്ല. അവനാണ് പോരാട്ടങ്ങൾ ജയിക്കുന്നവൻ. പുറത്തു നിന്നും അകത്തു നിന്നും ഒരു ശുശ്രൂഷകന് ഒട്ടേറെ പോരാട്ടമുണ്ടാകാം. ആ പോരാട്ടങ്ങൾ ജയിക്കുകയാണ്. മറ്റൊന്ന് ആത്മീയ യാത്രയുടെ ക്ലേശങ്ങൾ. ആത്മീയ യാത്രയുടെ ക്ലേശങ്ങൾ അതൊരു പോരാട്ടമാണ്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എന്നെ നിയമിക്കുന്നതിനെല്ലാം ഇന്നത്തെ പ്രസംഗമെല്ലാം അത് കിട്ടും, ഇത് കിട്ടും, വസ്തു കിട്ടും, പക കിട്ടും, ജോലി കിട്ടും. എന്നാൽ യേശു ഇങ്ങനെ പറഞ്ഞു, എന്നെ നിയമിക്കുന്നവൻ കുരിശെടുത്തോണ്ട് പോരാൻ മറക്കല്ലേ, എന്നെ പിൻപറ്റുന്നവൻ ഒരു കുരിശെടുക്കാനായിട്ട് മറക്കല്ലേ. എന്നെ അർത്ഥം എന്താണ്? എന്നെ പിൻപറ്റുന്നവനെല്ലാം കുരിശാടിച്ചേക്കുന്നത്, അതിന് അനുഭവമാണ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്കെന്ത് സംഭവിച്ചുവോ, എന്നോട് ലോകം എന്ത് ചെയ്യുന്നുവോ അതാണ് നിങ്ങളോട് ചെയ്യുന്നത്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വന്നാൽ മതി. അല്ലാതെ വരുമ്പോൾ നല്ല മാനവും നമ്മളെ പ്രശംസയും നല്ല അവാർഡുകൾ കിട്ടും വിചാരിച്ച് വരരുത്. കർത്താവിന് പിൻപറ്റുന്നവൻ കഷ്ടം സഹിക്കുന്നതിനായിരിക്കണം. പറയുന്നു, നീ കഷ്ടം സഹിക്കുക. കഷ്ടം അത് ആ പാതയിൽ ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ കഷ്ടങ്ങൾ. ഒരാൾ കൂടി എങ്ങനെ, ഒരാൾ മറ്റൊരു തരത്തിൽ ആ കഷ്ടങ്ങളെ സഹിക്കുക. ആ പോരാട്ടങ്ങളെ ജയിക്കുക. കഷ്ടങ്ങളെ എങ്ങനെ ജയിക്കണം? അവയെ സഹിച്ച് ജയിക്കണം. അവയെ സഹിച്ച് ജയിക്കണം. ഓട്ടക്കടത്തിൽ ജയത്തോട് ഓടാനുള്ളതായ ശ്രമത്തിന്റെ ഭാഗമായ പോരാട്ടം. ഓരോ സഹകാരികളെ ലേഖനത്തിൽ പറയുന്നത്, ഒരു അത്ലറ്റിനെ പോലെ ഓട്ടക്കടത്തിലൂടെ വ്യക്തി അല്ലെങ്കിൽ റെസ്ലിംഗ് ചെയ്യുന്നതായ ആളുകളെ പോലെ നീ ചട്ടപ്രകാരം മല്ലുകെട്ടാഞ്ഞാൽ കിരീടം പ്രാപിക്കുകയില്ല. അപ്പോൾ ഇത് ചട്ടപ്രകാരം ജീവിതം എന്ന് പറയുന്നത്, ഒരു ശുശ്രൂഷ ചെയ്യുന്നത് ഒരു ചട്ടപ്രകാരമാണ്. ആ ചട്ടത്തിന് മുന്നിൽ നിന്ന് ചെയ്യാത്തതെല്ലാം ഒടുവിൽ നിത്യതയിൽ കാണുകയില്ല. ഇവിടെ കൊണ്ടേക്കാം മനുഷ്യരെ പല പ്രശംസിച്ചേക്കാം, മനുഷ്യര് അതിന് പല നമ്മളെ പുകഴ്ത്തിയെന്ന് പറയാം. എന്നാൽ കർത്താവ് പറഞ്ഞു, ശുശ്രൂഷ ചെയ്തവരോട് ഒരു നാളിൽ ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന് നമ്മൾ പറയേണ്ടി വരും. അത് പറയിപ്പിക്കല്ലേ. യേശു പറയുകയാണ്, നീ പ്രവചിച്ചു, നീ പ്രസംഗിച്ചു, നീ അത് ചെയ്തു, ഇത് ചെയ്തു, ഒടുവിൽ ഞാൻ നിന്നെ കാണുമ്പോൾ ഞാൻ നിന്നെ അറിയുന്നില്ലല്ലോ എന്ന് നിന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. കാരണം നിന്റെ ശുശ്രൂഷയേക്കാൾ പ്രധാനം ജീവിതമാണ്. 82 എന്നോട് കർത്താവ് പറഞ്ഞു, ഞാനൊരു വാക്യം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശേഷം ദേവിയസിന്റെ കടക്കൽ ചെല്ലുമ്പോൾ ആ പാത്രോസ്മാരുടെ മുന്നിൽ പിടിക്കാൻ കഴിയുകയാണ്. ഞാൻ നിങ്ങളിനെ രീതിയിൽ പിടിക്കണ്ട, ആത്മാക്കളെ പിടിക്കുന്നതാണോ മനുഷ്യരെ പിടിക്കണമെന്ന് പറഞ്ഞതാണ്. യേശുവിനോടെ പിടിക്കുന്ന വിചാരിച്ചു ഞാൻ തീർന്നു, വീട് പിടിക്കാൻ പോയി. എന്നാൽ യേശു അവിടെ ചെന്നു യഥാസ്ഥാനപ്പെടുത്തി. അവിടെ വായിക്കുന്നത് ശിമോൻ അത് കർത്താവാണെന്ന് പറഞ്ഞ ഉടനെ താൻ ഉൾവസ്ത്രം താനെന്ന് പറഞ്ഞിരിക്കുന്നത്
തുണിയില്ലെന്നോ ഉൾവസ്ത്രം ഇല്ലെന്ന അർത്ഥമല്ല. ഉൾവസ്ത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മേൽവസ്ത്രം ഉണ്ടായിരുന്നില്ല. അവൻ കിടത്ത് കടലിൽ ചാടി. അവതനം നഗ്നനാകിയാലും കടലിൽ ചാടി. അവതന് വായിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ജീവിതമാണ് പ്രധാനം, ശുശ്രൂഷയേക്കാൾ. നീ താൻ ചത്ത നീ പിടിക്കുന്ന പോലെ ആയിത്തീരരുത്. നീ എന്തെല്ലാം ശുശ്രൂഷ ചെയ്തതാണ് ജീവിതം കാത്തിട്ടില്ല എന്ന് വരിക, ചട്ടപ്രകാരം എന്ന് വരിക. ഇതൊന്നും ഇത് രേഖയിൽ കാണുകയില്ല. അതെ, ഈ ശുശ്രൂഷ എന്നത് ഒരു മതി കിട്ടുന്നവർ അതിന് നിയമാനുസൃതം വലിയ കുറിച്ചൊക്കെ നടക്കുമ്പോഴത്തേനും അവരെ റഫറിയുണ്ട്. ഇടപൊളിക്കും ചട്ടത്തിന് വിരുദ്ധമായി തന്റെ എതിരാളി പിടിക്കുന്നുണ്ടോ, അടിക്കുന്നുണ്ടോ, കീഴ്പ്പെടുത്തുന്നുണ്ടോ, ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ, ശ്വാസമുട്ടിക്കുന്നുണ്ടോ, ഇതിലേക്ക് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടോ എല്ലാം നോക്കി ആ ചുറ്റുചുറ്റു ഓടി നീക്കും. ചിലപ്പോൾ അവരെ കീഴടക്കി വിടുമ്പോൾ ചട്ടപ്രകാരം നിമിഷനേരം നിയമങ്ങളുണ്ട്. 1, 2, 3 നടിക്കുന്നതിന് മുമ്പ് നിർത്തിക്കണം. കഴിഞ്ഞാൽ അവനെ എതിരാളി അടുപ്പിക്കാറ്. എല്ലാം ചട്ടപ്രകാരം പോരാടാം, എല്ലാം ചട്ടപ്രകാരം ശുശ്രൂഷിക്കാം, പാടാം, പ്രസംഗിക്കാം, രോഗികളെ സുഖമാക്കാം, ജനങ്ങളെ സ്നേഹിക്കാം, എല്ലാം ചെയ്യാം. എല്ലാം ചട്ടത്തിൻപടി. ഞാൻ എനിക്കതൊരു ചെറിയൊരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഉപവാസ പ്രാർത്ഥനയ്ക്കാ പോയിരുന്നു. കർത്താവ് ചോദിച്ചു, നീ ആ ചെയ്തത് അധികം പറ്റായില്ലേ മോനെ? അധികം പറ്റായി പോയില്ലേ? ചെയ്തോ, പക്ഷെ അത് ഇത്തിരി കൂടി പോയില്ലേ? ഞാൻ ആ പ്രാർത്ഥന സ്ഥലത്ത് എഴുന്നേറ്റ് പോയി പണിക്കാരെ വിളിച്ചേക്കാം. അത് ചോദിച്ചത് എന്താ? കാരണം എന്റെ കർത്താവ് സാധിച്ചു. അവിടുന്ന് പറയുന്നതിനപ്പുറമായി ഒന്നും പാടില്ല. അവർ പറയുന്നത് എന്ത് ചെയ്താലും അത് കർത്താവ് അതിന് സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഒടുവിൽ അത് കാണുകയില്ല. ചട്ടപ്രകാരം ഉള്ളതായ ഒരു മന്ത്രി കിട്ടിയ ചട്ടപ്രകാരം ആ സ്ഥിതിയിലെ ശുശ്രൂഷ തിരിച്ച ശുശ്രൂഷ കടന്നു പോകുമ്പോൾ 20-ാം അധ്യായത്തിൽ പറയുകയാണ്, എനിക്ക് വലിയ ആഗ്രഹിക്കുന്നുള്ളൂ എന്റെ ശുശ്രൂഷയെ ഓർക്കവും സന്തോഷത്തോടെ തീർക്കണം. ശുശ്രൂഷയും ഈ ജീവിതവും സന്തോഷത്തോടെ തീർക്കണം. ഈ സിസ്റ്റർ ലിസിയുടെ മരണം എന്ന് പറയുന്ന അപ്രതീക്ഷിതമൊന്നുമല്ല. ഈ അപ്രതീക്ഷിതം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ അപകടത്തിൽ വെച്ച് അയ്യോ പെട്ടെന്ന് വെച്ചു. ഒരു ദൈവവേദന പെട്ടെന്ന് വയ്ക്കുന്നില്ല. അതിനർത്ഥം ഒരു വേദന നീട്ടിന്ന് പറഞ്ഞ് കടന്ന വെള്ളം കുടിച്ച് പാട്ടം പാടാൻ എനിക്കും ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ ഇതിന് വലിയ പ്രയോഗമാണ് ഏൽപ്പിച്ചു കൊടുക്കുക. ഇത്രയും ദുര്യോധനപ്പെട്ട വാക്ക് വേറെയില്ല. ഇതൊന്നും ഒരു കാര്യമില്ല. ഞാൻ ജീവിച്ചത് എന്നെ ആരും ഏൽപ്പിച്ചു കൊടുത്താൽ അവിടെ കാര്യം കേൾക്കത്തില്ല. എന്നാൽ ഏത് വിശുദ്ധനും എത്ര വിശുദ്ധന്മാരെ ഏൽപ്പിച്ചു കൊടുത്തത്? മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തവര്, ഈ കുണ്ടത്തിൽ ദഹിപ്പിച്ചവര്, വെള്ളത്തിലെറിഞ്ഞു ആ മത്സ്യങ്ങൾ തീറ്റ കൊടുത്തവര്, അങ്ങനെ എത്രയോ പേര്. അവരെ ആര് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു? ഏത് പാസ്റ്റർമാരും ഏൽപ്പിച്ചു കൊടുക്കുമാർക്കാവിനെ സ്വയം യേശുദ്ധാണ് പറഞ്ഞത്, പിതാവേ എന്റെ ആത്മാവ് ഞാൻ നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ഞാൻ എന്റെ ആത്മാവിന് നീ വരും കൊടുക്കുന്നില്ലെങ്കിൽ എന്റെ ആത്മാവിനെ നിങ്ങൾക്കാർക്കും ഒരു വിശുദ്ധന്മാരും ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല. അതൊക്കെ നമ്മുടെ കയ്യിലുള്ളതായ ഒരു ആലങ്കാരിക പ്രയോഗങ്ങൾ മാത്രമാണ്. അതിൽ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ ഓരോ പറയുകയാണോ ഒരുപാട് സന്തോഷത്തോടെ പെട്ടെന്നുള്ള മരണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അപ്രതീക്ഷിതമായി ഒരുങ്ങാത്ത മരണം. ഒരുങ്ങി ഈ മഹർജിക്ക് മരണത്തെക്കുറിച്ച് നേരത്തെ കുട്ടി അറിവുണ്ടായിരുന്നു. അത് അവരെ വെളിപ്പെടുത്തിയിരുന്നു. മരണത്തെക്കുറിച്ച് നേരത്തെ അറിവുണ്ടായിരുന്നു. അതിനാൽ ഒരുങ്ങിയിട്ടുണ്ട്. സാക്ഷ്യത്തിൽ തന്നെ വിറ്റാണ്ട് കേട്ടല്ലോ. ഇത് പെട്ടെന്നുള്ള മരണമായി കിട്ടുന്നില്ല. ദൈവത്തിൽ ഒരിക്കലും അപ്രതീക്ഷിതമായോ അത് കടന്നു പോകുന്നില്ല, കടന്നു പോകാതിരിക്കട്ടെ. നേരത്തെ കൂട്ടി അത് വെളിപ്പെടുത്തി പത്രോസ് പറയുന്നു, എന്റെ സമയം അടുത്തിരിക്കുന്നു, കൂടാരം കൊടുക്കുവാൻ കർത്താവ് എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. പൗലോസ് തന്നെയാണ് പറയുന്നത്, അതെ ഞാൻ നടവർ വരുന്നു, ലോകത്തെ വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം പ്രാപിക്കാൻ പോകണം. അവർക്കെല്ലാം അന്ത്യത്തെക്കുറിച്ച് നിശ്ചയത്തോടുകൂടെ ഒരുങ്ങിപ്പോയി. ഇരിക്കുന്ന വിശ്വാസികളെ കർത്താവ് താമസിക്കുമെങ്കിൽ ഒരണക്കാതെ നിങ്ങൾ ഒരാൾക്ക് വേണ്ടി നടക്കും. ഇരിക്കുന്ന ശുശ്രൂഷകരെ കർത്താവിനെ താമസിച്ചാൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ആൾക്കാരെ നടക്കും. എന്നാൽ നാം എല്ലാവരും ഒരുങ്ങിപ്പോയവരായിരിക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ ഒരുങ്ങിയിരിക്കുന്നു പറയാൻ തീരട്ടെ. അതാണ് നിയമമൊന്നും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ എന്റെ ഓട്ടം സന്തോഷത്തോടെ സന്തോഷത്തോടെ തീർക്കാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല പെരുന്നിട്ട് പൗലോസ് പറയുകയാണ്, എല്ലാവരും
ഓരോരുത്തരും ഓട്ടക്കളത്തിൽ എല്ലാവരും ഓടുന്നു. രാവിലെ എന്ന് പറഞ്ഞാൽ ഒട്ടേറെ പേര് ഓടുന്നു. അതിന്റെ വലിയ വലിയ ബിരുദ പ്രാപിക്കുന്നുള്ളൂ. ഒരാൾക്ക് മാത്രമേ കിരീടമുള്ളൂ. വായിക്കത്തിൽ അങ്ങനെ ഒരാളെ എടുക്കപ്പെടുന്നുള്ളൂ. ഒരാൾക്ക് സ്വന്തം അങ്ങനെയല്ല. എന്ന് പറയുന്നത് വിശുദ്ധന്മാർ ഒന്നായിട്ടുള്ളവരുടെ സമയം വീണ്ടും പറയുന്നു. ക്രിസ്തുവിന് മണ്ണമാക്കി വന്നു കൂടപ്പെടുന്ന വിശുദ്ധന്മാർ ഒന്നേ ഉള്ളൂ. ഒന്നെന്ന് പറയാൻ കാരണം അവർക്ക് എല്ലാവർക്കും പൊതുവായ ഒരു യോഗ്യത. ആ യോഗ്യതാണ് യേശുവിന്റെ യോഗ്യത. അതാണ് യേശുവിന്റെ പരാഗം എന്ന് പറഞ്ഞാൽ. യേശുവിനുള്ള താഴ്മ, യേശുവിനുള്ള വിശുദ്ധി, യേശുവിനുണ്ടായിരുന്നതായ സ്വർണം, യേശുവിനുള്ള സൗമ്യത, അങ്ങനെ പോകുന്നു. യേശുവിനുണ്ടായിരുന്ന സ്വഭാവങ്ങൾ പ്രാപിച്ച ഒരുപോലെയുള്ളവർ അവരെ ഒന്നാമത് വിളിക്കുന്നത് ഒരു തെറ്റില്ല. ആ ഒരുവൻ അവൻ ആ ഒരുവനെ ഇത് പ്രാപിക്കുന്നുള്ളൂ. സ്തോത്രം. കരാതിൽ പങ്കുകൊള്ളുന്നു. ഇന്ന് നിങ്ങൾ തീരുമാനം എടുക്കണമോ ആത്മാക്കി നിങ്ങൾ കാണുന്നത് കർത്താവിനാശത്തെ കൊടുക്കാത്ത വിശ്വാസം മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നും കർത്താവിനാ ജീവിച്ചാൽ ദൈവത്തിന്റെ കൽപ്പനകൾ എന്തെങ്കിലും കേട്ടിട്ട് അനുസരിക്കാതെ വീട്ടിൽ ഒടുവിൽ തീരുമാനമെടുക്കാതെ സഭയിൽ ആരാധനൊന്നും അക്ഷയം പ്രാപിച്ചില്ലയോ? എല്ലാം മാറ്റി വെച്ചിട്ട് അവർ അക്ഷയം പ്രാപിച്ചു. യേശു വരുമ്പോൾ എടുക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതായ നിർഭാഗ്യം സംഭവിക്കാതിരിക്കട്ടെ. അഥവാ ഈ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട വിഷയം പ്രാപിച്ചു ആത്മാവിനെ ആരാധിക്കുന്നു എങ്കിലും യേശു വരുമ്പോൾ പോകുന്നത് യേശുവിനെ കൊണ്ടവർ മാത്രമാണ്. ശുശ്രൂഷകർക്ക് ജീവൻ വെച്ചിരിക്കുന്നെങ്കിൽ യൂണിഫോം ഇട്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചെങ്കിലും യൂണിഫോം ഇട്ടതാണ് ഞാൻ സ്വീകരിക്കും. അങ്ങനെയല്ല. എന്താണ് സ്വീകരിക്കുന്നത്? യൂണിഫോം അതാണ് ക്രിസ്തുവിന്റെ സ്വഭാവമാകുന്ന യൂണിഫോം. അതിനുവേണ്ടി യേശുവിനെ പോലെ ആക്കുന്നവർക്ക് യൂണിഫോം അവിടെ വർഷപ്പെടുകയില്ല. അത് മുതലായിരുന്നോ, മൂപ്പനായിരുന്നോ, മാസ്റ്ററായിരുന്നോ, മകളായിരുന്നോ, 30 വർഷം വേല ചെയ്തു, 6 വർഷം, അതൊന്നും ഒരു വിഷയമല്ല. ഒരേ ഒരു മാനദണ്ഡം. സിയോൻ മലയിൽ കുഞ്ഞാടുകളോടുകൂടെ കുഞ്ഞാടുകൾക്കും ക്രിസ്തുവിന്റെ സ്വഭാവത്തെ കർത്താവ് കൊണ്ട് നിൽക്കും. അതിന് നാം ഇനി പുതിയ തീരുമാനം എടുക്കാനുണ്ടോ? എന്റെ ജീവിതത്തിൽ ഒട്ടേറെ കാര്യങ്ങളുടെ കണ്ണുമുന്നിലുണ്ട്. ഈ കർത്താവിനെ പോലെ ആയിത്തീരണമെങ്കിൽ ഞാൻ ഒരുപാട് കാലങ്ങൾ യാത്ര ചെയ്യേണ്ടതുണ്ട്. എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ജയിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ തിരുത്താനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വളരാനുണ്ട്. ഒരുപാട് പക്വത പ്രാപിക്കാനുണ്ട്. ദൈവമേ, അതിനുവേണ്ടി രാവും പകലും ഇന്നും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതേപടി ശുശ്രൂഷകൾ വിശ്വാസികളായി നാം എന്തെങ്കിലും പുതിയ തീരുമാനം എടുക്കാണ് നമ്മൾ തന്നെ താഴ്ത്തി ഒരു പുതിയ തീരുമാനം എടുക്കുന്നവരായി തീരാം. എന്താണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ നല്ല ഓർമ്മ വിശ്വാസം കാത്തു ഒരു കിരീടം വെച്ചിരിക്കുന്നത്. അതെ, ഒരു കിരീടമുണ്ട്. ചട്ടപ്രകാരം പോരാടിയ കിരീടമുണ്ട്. ഓട്ടക്കടത്തിൽ ഓടി ഒന്നാമത് എന്നാണ് കിരീടമുണ്ട്. ആ കിരീടം ഓരോ ശുദ്ധന്മാർക്കും അവിടെ പ്രവർത്തിക്കും ഏക നിലയിൽ വൈവിധ്യങ്ങളായ കിരീടങ്ങൾ വച്ചിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം പ്രധാനമാണ്. കിരീടം എന്ന് പറയുമ്പോൾ ആദ്യം കിരീടവും പിന്നെ കിരീടവുമാണ്. ഈ ഭൂമി ജീവിതകാലം മുഴുവനും കഷ്ടത്തിലായിട്ട് കഷ്ടവും നഷ്ടവും വേദനയും നിന്ദയും പരിഹാസവും അപമാനങ്ങളും അപവാദങ്ങളും ഒക്കെ ഉണ്ടാവാം. എന്നാൽ ഈ മുൻകിരീടം ഇന്ന് ധരിച്ചാൽ, ഈ മുൻകിരീടം ഇന്നും സഹിച്ചാൽ നിനക്കൊരു മുൻകിരീടം ധരിക്കാം. അവിടേക്കുള്ള യാത്രയാണെന്നുള്ള ഓർമ്മയുണ്ടെന്ന് വരികിൽ ഇന്നെ തലയിൽ വയ്ക്കുന്നതായ ഈ മുൻകിരീടത്തിന് പകരം ഒരു നാൾ എന്റെ അരുമനാഥൻ മുൻകിരീടം ധരിപ്പിക്കുമെന്ന് ദർശനമുണ്ടെങ്കിൽ നാം വാടിപ്പോകത്തില്ല, തളർന്നു പോകത്തില്ല, പുറകോട്ട് നോക്കുകയില്ല. ആ ലക്ഷ്യത്തിലേക്ക് നോക്കിക്കൊണ്ടുപോകും. അതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അത് എന്റെ വിരുദിനായി ഞാൻ തന്റെ വിശുദ്ധന്മാരുടെ സഭയുടെ കാന്തിന്റെ കിരീടധാരണ ദിനമാണ്. അത് ഏറ്റവും അടുത്തിരിക്കുന്നു. ഇനി ഈ ലോകത്തിലെ ഈ സംഭവങ്ങളില്ല ഓരോന്ന് നമ്മോട് സംസാരിക്കുക. അവരവിടെ അതുകൊണ്ട് യുദ്ധം നടന്നു, ഇവിടെ നിന്നുകൊണ്ട് അവിടെ ഭൂമ നടന്നു, അതുകൊണ്ട് അവിടെ അത് വന്നു, ആ രോഗം വന്നു, ഈ രോഗം വന്നു, ഗവൺമെന്റ് പകർച്ചവ്യാധികളെ നോക്കുകയാണ്. അവരെന്തെങ്കിലും ചെയ്യും. നമുക്കതൊരു സന്ദേശമാണ്. ഓരോ പകർച്ചവ്യാധിയെ കുറിച്ച് റിപ്പോർട്ട് പത്രത്തിൽ വായിക്കുമ്പോൾ എനിക്കുള്ള സന്ദേശമാണ്. അവിടെ ഇവിടങ്ങളായി പൂജകൾ ഉണ്ടായി കേൾക്കുമ്പോൾ എന്നോട് ദൈവാത്മാ സംസാരിക്കുകയാണ്. അവിടെ ഇവിടങ്ങളായി യുദ്ധങ്ങളും തുതികളും കേൾക്കുമ്പോൾ എന്നോട് സംസാരിക്കുകയാണ്. മകനെ, നിന്റെ വീണ്ടെടുപ്പൊന്നാൾ അടുത്തു, അത് നിന്നെ ഓർപ്പിക്കാൻ ഞാൻ അനുവദിച്ചിരിക്കുകയാണ്. നമ്മുടെ കർത്താവിന്റെ വിലപ്പെടുത്തു. ഇതിലുള്ള വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കാറാൻ ജീവിച്ചിരുന്നതിന് വാർത്ത പ്രാപിച്ച് കർത്താവിന്റെ ഗുണപ്പെട്ട വിശുദ്ധന്മാർക്ക് അവസരം നൽകാൻ പോവുകയാണ്. എന്താണ് യേശു പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ ഹൃദയം ഇറങ്ങിപ്പോകരുത്,
ദൈവത്തിൽ വിശ്വസിക്കുക, എന്നെ വിശ്വസിക്കുകയും എന്റെ പ്രധാനമായ അനേക വാസസ്ഥലങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് അതിൽ ഒക്കെ വ്യത്യസ്തമായി ഇതുവരെയുള്ളതിനേക്കാൾ ശ്രദ്ധമായി ഒന്ന് ഒരുക്കാൻ പോകുന്നു. അതാണ് പുതിയ സിയോനം. അത് തീർന്നാളുടെ വന്ന് നിങ്ങൾ എന്റെ കർച്ചയാക്കുകയുള്ളൂ. ഈ പ്രത്യാശയോടെ ജീവിപ്പാൻ ഈ പ്രിയമോട് കൃപ ചെയ്തല്ലോ. ആ പ്രത്യാശയോടെ നമ്മെ ചെറുപ്പത്തിൽ ഇറങ്ങി വന്നോ കർത്താവെ അധ്വാനിപ്പാനാണ് കൃപ കൊടുത്തല്ലോ. അവസാനം വരെയും നാമും ഒരു വിശ്വാസം നിലയിൽ ശുശ്രൂഷ നിലയിൽ ജീവിതം കാത്ത് ഇവിടെ പ്രവൃത്തിയെ തിരിച്ച് കർത്താവിനിപ്പോൾ കർത്താവിനിപ്പോൾ നമുക്ക് ഒരുക്കമുള്ളവരായിട്ടില്ല. നിത്യതയിൽ നിന്ന് ഒരു സ്ഥാനമല്ല. ഓരോരുത്തരെ വിളിക്കും, ഓരോരുത്തരെ യോഗ്യതയ്ക്കും, ഓരോരുത്തരെ ദൈവാവശ്യം പ്രവർത്തിക്കേണ്ട നിലയിൽ വ്യത്യസ്തങ്ങളായ സ്ഥാനമുണ്ട്. അതിൽ തിരുവസ്താന്റെ മണവാട്ടിക്കുള്ള മണവാട്ടി ആവശ്യന്മാർക്കുള്ളതാണ് ഉദ്ദേശിച്ചത്. അതിനാ ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി ഇതുപോലെ പ്രതിഷ്ഠിക്കപ്പെട്ട വന്ന ജീവകാലം മുഴുവനും പ്രവർത്തിച്ച, വിശ്വസ്തരായി ശുശ്രൂഷിച്ച, വിശ്വസ്തരായി ജീവിച്ച കർത്താവിനെ പോലെ ഏർത്തിരുന്നവർക്ക് അതിൽ സിയോൻ എന്ന നിലയിൽ ഉന്നതമായ സ്ഥാനം വെച്ചിരിക്കുന്നു. വിളിക്കേണ്ട നിലയിലായിരിക്കാൻ അത് പ്രാപിക്കണം. ഒരുങ്ങാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.